പാട്ട് കേൾക്കാതെ തന്നെ അവർ ഓൾറെഡി ഓഫർ ചെയ്തു. പാട്ട് കേട്ടതിന് ശേഷം അവര് അതായത് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ എവിടെയും പറഞ്ഞിട്ട് എക്സ്ക്ലൂസീവ് ഫോർ മീര നായർ. വിഷ്ണു ഒരു കോളില് മൂഡ് ജസ്റ്റ് ഒരു ചിലപ്പോൾ ഒരു 10-20 സെക്കൻഡ് പറഞ്ഞിരുന്നതായിരിക്കും. പക്ഷെ എക്സാക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അല്ല വിഷ്ണു, അപ്പൊ നീ അത് പറഞ്ഞത് ഞാനല്ല. നിങ്ങളുടെ ഫോൺ നമ്പർ നമ്മള് സുമതി വളവിലേക്ക് കൊണ്ടുപോയ ആളെ, ഒറിജിനൽ സുമതി വളവ് ഞങ്ങൾ ഒരുമിച്ച് രാത്രി ശരിക്കും പോയല്ലേ? രാത്രി ട്രിവാൻഡ്രത്ത് വേറൊരു ഫംഗ്ഷന് പോയതാ. ആ വഴി ജന്ജനിയും സുമതി വളവിലേക്ക് പോയിട്ട് ഭയങ്കര പേടിയാ. സിനിമ ഇറങ്ങിയിട്ട് ആ എക്സ്പീരിയൻസ് അത്രയും നേരം നിരീശ്വരവാദിയായിരുന്നു ഞാൻ. 2 minutes ഇത് മറ്റു പല പ്രൊമോഷൻസിനും നമ്മൾ വെച്ച കാര്യങ്ങളാണ്. അയ്യോ എല്ലാം പോയില്ലേ? എല്ലാം എനിക്ക് കിട്ടി. സുമതി വളവ് ട്രിവാൻഡ്രത്തുള്ള സ്ഥലമാണ്. അതിൽ ഉണ്ടായിരുന്നേക്കുന്ന കുറച്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഇവന്റ്സിനെയാണ് നമ്മൾ ഈ സിനിമയിലേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ അപ്പൊ ഉണ്ടാവാം ഗൈസ്, നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാം, അത്രേ ഉള്ളൂ. ഞാൻ ഒന്നും വേറെ പറയുന്നത്. ഒരു ടൈം ആയപ്പോൾ ആളുടെ ബാത്റൂമിൽ നിന്ന് ഈ വെള്ളം വീണ സൗണ്ട്, ആ സൗണ്ട് ആള് പറയുമ്പോൾ ഞാനും നമ്മളെല്ലാം ഫോക്കസ് ചെയ്തു. അപ്പോൾ ആ ശബ്ദം കേട്ട് ആള് നേരെ ബാത്റൂമിലേക്ക് ചെല്ലുന്നു. ആൾ ആ വെള്ളം ഓഫ് ചെയ്ത് തിരിച്ച് ബെഡിലേക്ക് കിടക്കാനായിട്ട് വരുന്ന സമയത്ത് തറയിലൊരു ലേഡി കിടക്കും.